ഞാൻ ഈ ചിന്തിക്കുന്ന പോലത്തെ വട്ട് പിടിച്ച ചിന്താഗതി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറയണേ. മറ്റൊന്നുമല്ല, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു സൗരയൂഥം. ഈ സൗരയൂഥത്തിൽ അനേകായിരം ഗ്രഹങ്ങൾ, ഇതിനകത്ത് സൂര്യൻ, പിന്നെ ഒരു ഭൂമി. അപ്പോൾ ഈ ഭൂമിക്കകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഭൂമിയിൽ കുറേ കൂടുതലും വെള്ളമാണെന്നാണല്ലോ പറയുന്നത്. വെള്ളം, പിന്നെ കരകൾ. ഈ കരയ്ക്കകത്ത് തന്നെ പല പല ഭൂഖണ്ഡങ്ങൾ. ആ ഭൂഖണ്ഡത്തിനകത്ത് കുറേ രാജ്യങ്ങൾ. ആ രാജ്യങ്ങൾക്കുള്ളിലാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ കുറേ സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങൾക്കുള്ളിലാണെങ്കിൽ കുറേ ജില്ലകൾ. ആ ജില്ലകൾക്കകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കോർപ്പറേഷനായി, മറ്റേ മുനിസിപ്പാലിറ്റി ആയി, ജില്ലയായി, സബ് ജില്ലയായി, ബ്ലോക്കായി, മറ്റേ പഞ്ചായത്തായി. പഞ്ചായത്തിനകത്ത് കുറേ വാർഡുകളായി. ആ വാർഡിനകത്തൊരു വീടായി. ആ വീട്ടു നമ്പറിൽ ഉൾപ്പെട്ട ഒരു വീട്. ആ വീട്ടിൽ താമസിക്കുന്ന നമ്മൾ എന്നാ ഒരു അശുവാണെന്ന് ആലോചിച്ച് നോക്കി. ഇത്രേ ഉള്ളൂ അല്ലേ? ഒരു ബാക്ടീരിയ അത്രേ ഉള്ളൂ. നമ്മളൊന്ന് കുറച്ചും കൂടെ മേലോട്ട് ഇങ്ങനെ പൊങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-40 നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് നോക്കിയാൽ തന്നെ നമ്മൾ എന്നാ ഉണ്ട്, ഇച്ചിരിയേ ഉള്ളൂ. അത്രയും പൊക്കത്തിലൊന്നും വേണ്ട. അപ്പം ഞാൻ പറയുന്നത്, ഇത്രയും വലിയ ഭൂമിയിൽ ഇത്രയും അശുവായിട്ട് നിൽക്കുന്ന നമ്മളൊന്നും ആലോചിച്ച് നോക്കുക. ജാതിയുടെയും മതത്തിൻ്റെയും സിനിമാക്കാർക്കും വേണ്ടിയിട്ടുമൊക്കെ ചുമ്മാ വഴക്ക് പിടിക്കുന്നത് നമ്മൾ എന്നാ ഉണ്ടല്ലേ? ചിന്തിച്ച് നോക്കിയേ. കുറേ സെലിബ്രിറ്റികൾ, നമ്മുടെ അതേ വർഗത്തിൽപ്പെട്ട ചില ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ആരാധന. ഒരു ജീവി, നമ്മുടെ വർഗത്തിൽപ്പെട്ട തന്നെ മറ്റൊരു ജീവി, ആ ജീവി വന്ന് നമ്മളോട് പറയുക രാഷ്ട്രീയത്തിൻ്റെ പേര്, അവനെ കൊല്ലടാ ഇവനെ കൊല്ലടാ എന്ന് പറയും. അപ്പം ഈ ജീവികളെല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു ജീവി പറയുന്നത് കേട്ടുകൊണ്ട് ഈ വേറെ ജീവികൾ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കീറുന്നു. ചില ജീവിനെ കാണുമ്പോഴത്തേക്കും ഹായ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ജീവി, അല്ലെങ്കിൽ മമ്മൂക്കാന്ന് പറഞ്ഞൊരു ജീവി, ഇവരെ കാണുമ്പോഴത്തേക്കും ഹായ് ചൂപ്പര്. ഇവരെല്ലാം നമ്മളെപ്പോലെയൊക്കെ തന്നെയുള്ള ആൾക്കാരല്ലേ? എന്നിട്ട് ഇതിനകത്ത് മതം വേറെ, ജാതി വേറെ, എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച്. നമ്മളല്ലാതെ മറ്റുള്ള ജീവികളാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിരി വരുമല്ലേ? ഇപ്പം നമ്മളെക്കാൾ കുറേ ഉറുമ്പുകളെല്ലാം അവരെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരാൾ ഇപ്പുറത്ത് ഒരു നേതാവിനെ പോലെ ഒരു ഉറുമ്പ് നിൽക്കുന്നു. ആ നേതാവ് വിളിച്ച് പറയും അവനെ കൊല്ലടാം. ഉടനെ ഈ ഉറുമ്പുകളെല്ലാം കൂടെ പോയി അവരെ നമുക്ക് ചിരി വരുമല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇത്രയും വലിയ ഭൂഖണ്ഡത്തിൽ, ഇത്രയും ചെറിയൊരു ഭൂമിയിൽ, അതിനേക്കാളും ചെറിയ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എന്നാ ഉണ്ടല്ലേ? അതിനകത്ത് കിടന്നുകൊണ്ട് വെടിവെപ്പും രാജ്യങ്ങൾ തമ്മിൽ ഏതാണ്ടെല്ലാം ഭയങ്കര പരിപാടി. ശനല്ലേ?